ചുമ്മാ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാവേ. ഇതൊരു കാർഡ് ഹോൾഡറാണ്. ആക്ച്വലി ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 1 വീക്കോളം ആയിട്ടുണ്ട്. നമ്മളിതൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വെച്ച് കരുതിയാണ്. പക്ഷേ പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വെച്ചപ്പോൾ തന്നെ ഒരു 3-4 പീസ് നമ്മൾ സെല്ലായി. ഇപ്പോഴും ഒരാൾ കൊണ്ട് സെല്ലായപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തരാം. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാർഡ് ഹോൾഡറാണ്. ഇതിനൊരു 9.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 6.5 മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിത്തും കാര്യങ്ങളും വരുന്നത്. ഇത്രേ ഉള്ളൂ സാധനം. പക്ഷേ ഇതിൻ്റെ ഒരു കാർഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 കാർഡ്സ്, അതായത് ഇങ്ങനെ 3 ലെയറായിട്ടാണ് ഇത് വരാം. നോക്കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരാം. 3 ലെയേഴ്സായിട്ട് വരാം. ഇതിനകത്ത് എത്ര കാർഡ്സ് ഇരിക്കാൻ പറ്റും ഞാൻ ഇതിനകത്ത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്കൊരു സിംഗിൾ കാർഡ് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എനിക്ക് തോന്നുന്നൊരു 3 കാർഡാണ് മുമ്പ് വെച്ചിരുന്നത്. ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 2, 3 കാർഡ് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ലെയറിൽ വെക്കാൻ പറ്റും. ഇനി തേർഡ് ലെയറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും എനിക്ക് തോന്നുന്നൊരു സ്റ്റിൽ ഒരു 3 കാർഡ് വരെ. അതായത് നമുക്ക് പല പല ബാങ്ക്സിൻ്റെയും അല്ലെങ്കിൽ ID കാർഡൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ കാർഡിൻ്റെ മുകളിലത്തെ പോർഷൻ കുറച്ച് വെളിയിലേക്ക് ആകാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാർഡ് എടുക്കാനും പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ലെയറിൽ വരുന്നുണ്ട്, അവിടെ ഒരു കാർഡ് എനിക്ക് തോന്നുന്നു നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് വരിക. പിന്നെ ഇത് വൺസ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ECSSന് ഒരു കാർഡുണ്ട്. എങ്ങനെയുണ്ട്? ഒരു പക്ക കാർഡ് ഹോൾഡർ. ഇതിന് പേര് നാളെ വന്നിട്ടില്ല. നമ്മുടെ സ്റ്റോറിൽ ഈ സാധനം അവൈലബിൾ ആണ്. റീസെൻ്റ് നമ്മൾ എന്തായാലും വെബ്സൈറ്റിലും കാര്യങ്ങളും ഈ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാം. എങ്ങനെയുണ്ട്? താങ്ക് യു.